ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അത്യാസന്ന നിലയിൽ എന്ന് ഇസ്രായേൽ അറിയിക്കുന്നു. ഏത് സമയവും മരണം സംഭവിച്ചേക്കാമെന്നാണ് ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. US ആക്രമണത്തിൽ ഖമനേയിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ഏത് സമയത്ത് മരിച്ചേക്കാമെന്ന് ഇസ്രായേലിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. എന്തായാലും മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രജിത്ത്, തീർച്ചയായും മുസ്തഫ ഖമനേയിയുടെ മരണം ഉടൻ തന്നെ സംഭവിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളാണ് ഹീബ്രു ഭാഷയിലുള്ള ഒരു സുപ്രധാന ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് മുസ്തഫ ഖമനേയി ഉള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ഔദ്യോഗികമായ ചില സോഴ്സുകളിൽ നിന്നും ലഭ്യമായ വിവരം എന്ന രീതിയിൽ ആ ചാനലിൽ നിന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് മസൂദ് പെസഷ്കിയാനി അടുത്ത ദിവസങ്ങൾ ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പാണ് അദ്ദേഹം അറിയിച്ചത് മുസ്തഫ ഖമനേയിയുമായുള്ള കൂടിക്കാഴ്ചയോ അത്തരത്തിലുള്ള ആശയ സംവാദങ്ങൾക്കോ സാധ്യത വളരെ വിരളമാണ് എന്ന ഒരു നിലപാട് അദ്ദേഹം അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ ഫെബ്രുവരി 28 നടന്ന അതിശക്തമായ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ, അതായത് മുസ്തഫ ഖമനേയിയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കാല് മുറിച്ചു മാറ്റേണ്ട സാഹചര്യമുണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. അത്തരത്തിൽ നിരവധിയായ ചില സൂചനകൾ നേരത്തെ തന്നെ മുസ്തഫയുടെ ആരോഗ്യനില സംബന്ധിച്ച് പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത്, ഗൗരവമേറിയൊരു ഘടകം എന്ന് പറയുന്നത്, നേരത്തെ നമുക്കറിയാം ഈ അമേരിക്കയുടെ സമാധാന ധാരണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്തഫ ഖമനേയിയുടെ കടുംപിടുത്തമാണ് പ്രശ്നങ്ങളിലേക്ക് വരുന്നത് എന്നാണ് നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടിരുന്നത്. ആ മുസ്തഫ ഖമനേയിയുടെ ആ വിഷയം തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഒരു സമാധാന ധാരണയിലേക്ക് നീങ്ങുന്ന സൂചനയിലൂടെ നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യേണ്ടത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ വാർത്തയിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ മുസ്തഫ ഖമനേയിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്, അല്ലെങ്കിൽ കാൽ നഷ്ടപ്പെടുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മറ്റു മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുകയും ആദ്യമായി അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ അത് ഒരു സ്ക്രിപ്റ്റായി മാത്രം, അല്ലെങ്കിൽ ഒരു പ്രമേയമായി മാത്രം അവതരിപ്പിക്കുകയും ചെയ്ത ഇസ്രായേലി മീഡിയയുടെ, ഇസ്രായേൽ സ്റ്റേറ്റ് ടെലിവിഷൻ്റെയൊക്കെ വിവരങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും ചേർത്ത് വായിക്കുമ്പോൾ ഈ വാർത്തയിൽ ചില കാമ്പുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അധികം വൈകാതെ മുസ്തഫ ഖമനേയിയുടെ മരണം സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ ചാനൽ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതുതന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്.